മുസ്ലിം ലീഗ് അവസാന അപകടം തിരിച്ചറിഞ്ഞത് കോൺഗ്രസിനോട് എന്തോ വിരോധം സുകുമാരൻ നായർക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥ പ്രശ്നം സുകുമാരൻ നായർ പുലിവാലി പിടിച്ച കാര്യമാണ്. ബാങ്കിൽ നിന്ന് കൈപ്പറ്റിയ ഏതാണ്ട് 3 കോടിയോളം രൂപ തിരിച്ച് ബാങ്കിന് അടക്കേണ്ടി വരും. ആ ക്രിമിനൽ കുറ്റത്തിന് മരുമകൻ ജയിലിൽ കിടക്കും. പിടിച്ചിരിക്കുന്നത് പുലിയുടെ മാലയിലാണ്. വിടാൻ പറ്റില്ല. വിട്ടാൽ പുലി കടിക്കും, പുലി ഭക്ഷിച്ചു കളയും. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിന് പുലിയുടെ വാലയിൽ വിടാൻ പറ്റില്ല. മുസ്ലിം ലീഗ് അവസാന അപകടം തിരിച്ചറിഞ്ഞു. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന കൂട്ടുകെട്ട് UDF ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നും കോൺഗ്രസ് അവരുടെ തടങ്കലിലാണ് എന്നുമുള്ള ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പ്രചരണത്തെ അതിജീവിച്ച് വീണ്ടും UDF അധികാരത്തിൽ വരിക അത്ര അനായാസമല്ല എന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. UDF നേതൃത്വം കൊടുക്കുന്ന പ്രധാന ഘടകകക്ഷികളിൽ നിന്ന് ലീഗാണ്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് തങ്ങൾ ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആരുടെയിലാണ് അദ്ദേഹം മധ്യസ്ഥ ശ്രമം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കോൺഗ്രസിനോട് എന്തോ വിരോധം സുകുമാരൻ നായർക്കുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ സുകുമാരൻ നായർക്ക് കോൺഗ്രസിനോട് ഒരു വിരോധവുമില്ല. സുകുമാരൻ നായർ ഏറ്റവും സ്നേഹിക്കുന്നത് സുകുമാരൻ നായരെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കോൺഗ്രസിനെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം സുകുമാരൻ നായർ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. നായർ പിടിച്ച പുലിവാല എന്നത് ഒരു പഴയ സിനിമയല്ല, ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ഈ പുലിയുടെ വാലിൽ പിടിച്ച സുകുമാരൻ നായർക്ക് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ കഴിയുന്നത്. ഇവിടെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടത്. പെട്ടെന്ന് സുകുമാരൻ നായർക്ക് എങ്ങനെയാണ് CPM ഒരു സ്നേഹം വന്നത്? 10% എക്കണോമിക്കലി വീക്കർ സെക്ഷന് സംവരണം അനുവദിച്ചു കൊടുത്തപ്പോഴൊന്നും തോന്നാത്തൊരു സ്നേഹം, അത് NSS എത്രയോ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. അന്ന് തോന്നാത്ത ഒരു സ്നേഹം ഇപ്പോഴെങ്ങനെ സുകുമാരൻ നായർക്ക് വന്നു? അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശബരിമല അയ്യപ്പനോട് ഭക്തി കൂടിയോ? നായർക്ക് ഭക്തി നായരോട് മാത്രമേ ഉള്ളൂ, വേറെ ആരോടും നായർക്ക് ഭക്തിയില്ല. പിന്നെ എന്തിനാണ് സുകുമാരൻ നായർ CPM അല്ലെങ്കിൽ LDF പിന്തുണയ്ക്കാൻ തയ്യാറായത്? ഇവിടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിൻ്റെ ആവശ്യമുണ്ട്. പ്രേക്ഷകരെ 1983 ഒന്ന് മടങ്ങിപ്പോകണം. 1983 ശ്രീ G. സുകുമാരൻ നായർ NSS എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു 40 ലക്ഷം രൂപയുടെ തിരിമറി നടന്നു. 1983 40 ലക്ഷമാണ് എന്ന് പ്രിയ പ്രേക്ഷകർ മറക്കരുത്. ഒരു തിരിമറി നടന്നു. ആരോപണമായി, അന്വേഷണം ദീർഘകാലമായി നീണ്ടുപോയി. 1993 ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഫയലുകൾ തീ പിടിച്ച് നശിച്ചുപോയി എന്ന ഒരു ആരോപണവും ഉയർന്നു. എന്തായാലും ശരി, അതിനെക്കുറിച്ച് വളരെ വിപുലമായ അന്വേഷണമായി. ശക്തരായ ചിലരെ ആരോപണവും കേസുമായി മുന്നോട്ട് വന്നു. അങ്ങനെ സഹകരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഈ പ്രശ്നം സെറ്റിൽ ചെയ്യണമെങ്കിൽ ആ സൊസൈറ്റിയിലെ അക്കൗണ്ട്, അവിടുത്തെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മതിയാവുള്ളൂ. അങ്ങനെ സഹകരണ വകുപ്പ് ഓഡിറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. അപ്പോൾ പഴയ രേഖകളില്ല, പിന്നെ എഴുതിയുണ്ടാക്കിയ പുതിയ രേഖകളാണ്. പഴയ കടലാസുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫാബ്രിക്കേഷൻസൊക്കെ നടത്തി കൊണ്ടുവന്ന തയ്യാറാക്കി വെച്ചിരുന്ന പുതിയ രേഖകളുടെ പുതിയ രേഖ എന്ന് പറഞ്ഞാൽ പഴയ രേഖയുടെ കണക്ക് പുതിയ രേഖ എന്നുള്ള നിലയിൽ കൊണ്ടുവരികയാണ്. അത് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബുദ്ധിമാന്മാരായ പരാതിക്കാർ പറഞ്ഞു, ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫോറൻസിക് ഓഡിറ്റ് നടത്തണം. അങ്ങനെ വന്നാൽ ഈ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന രേഖയുടെ കാലപ്പഴക്കം പരിശോധിക്കണം, അക്കൗണ്ട് ബുക്കുകളുടെ കാലപ്പഴക്കം പരിശോധിക്കണം. അതോടുകൂടി പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ അങ്ങനെ സത്യത്തിന് ആ കേസ് ഇപ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ അന്വേഷണത്തിൻ്റെ കീഴിലാണ്. സഹകരണ വകുപ്പിന് എപ്പോൾ വേണമെങ്കിലും അന്വേഷണം മുറുക്കാം. ആ അന്വേഷണത്തിൽ ഈ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിലെ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താം.
അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കാം. കേസ് തെളിഞ്ഞാൽ ജയിലിൽ പോകേണ്ടതും വരും. അപ്പോൾ പെട്ടെന്ന് CPM-നോട് ഒരു സ്നേഹം തോന്നാനുള്ള കാരണം ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഈ പ്രായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അതാണ് ആദ്യത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, അദ്ദേഹത്തിൻ്റെ മരുമകന്, അത് ചാനലുകളൊക്കെ ചർച്ച ചെയ്താണ്, വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ധനലക്ഷ്മി ബാങ്കിലെ ജോലിക്ക് കയറിയത്. അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്ന 17 വർഷത്തിലധികം കൊണ്ട് ആ ജോലി ചെയ്തിരുന്ന കാലയളവിൽ ബാങ്കിൽ നിന്ന് കൈപ്പറ്റിയ ഏതാണ്ട് 3 കോടിയോളം രൂപ തിരിച്ച് ബാങ്കിന് അടയ്ക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ, 3 കോടി രൂപ എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായ തുകയാണ്. അദ്ദേഹത്തിന് അതടയ്ക്കാൻ പറ്റും, അദ്ദേഹം അത്ര സമ്പന്നനാണ്. പക്ഷെ പ്രശ്നം അതല്ല. വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലിക്ക് കയറിയത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് മരുമകൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും ശരി, ഈ വിഷയമാണ് പ്രധാനമായ ഒരു കാര്യമുള്ളത്. ധനലക്ഷ്മി ബാങ്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ധനലക്ഷ്മി ബാങ്കിനെ ഭീഷണിപ്പെടുത്തിയതായി ഒരു ആരോപണമുണ്ട്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കാണ് നോക്കുന്നത്. അവരത് പിൻവലിക്കും, സുകുമാരൻ നായരുടെ മരുമകനെതിരായുള്ള കേസുമായി മുന്നോട്ട് പോയാൽ എന്നൊരു ആരോപണമുണ്ട്. നിജസ്ഥിതി നമുക്കറിയില്ല. എന്തായാലും ശരി, അങ്ങനെ ഒരു ആരോപണമുണ്ട്. ധനലക്ഷ്മി ബാങ്ക് ഇപ്പോൾ അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മരവിപ്പിച്ച അന്വേഷണം, ഇതിൻ്റെ മരവിപ്പ് ദീർഘകാലം മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന സർക്കാർ വിചാരിച്ചാലേ പറ്റുള്ളൂ. അപ്പോഴേ LDF-നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹിക്കും, സ്നേഹിച്ചേ മതിയാവുള്ളൂ. കാരണം പിടിച്ചിരിക്കുന്നത് പുലിയുടെ മാലയിലാണ്. വിടാൻ പറ്റില്ല. വിട്ടാൽ പുലി കടിക്കും, പുലി ഭക്ഷിച്ചു കളയും. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിന് പുലിയുടെ മാലയിൽ വിടാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ കാരണം, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന് മുന്നിൽ കുമ്പഴ ഭാരത കേസരി NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ TKG നായർ ഒരു പരാതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പരാതിയുടെ രത്നച്ചുരുക്കം ഇതാണ്: NSS-ൻ്റെ ബൈലോ അനുസരിച്ച് NSS-ൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇന്ത്യ മുഴുവനുമാണ്, കേരളമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ കേരള സ്റ്റേറ്റ് നോൺ ട്രേഡിംഗ് കമ്പനീസ് രജിസ്ട്രാർ നൽകണം എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചു. അതനുസരിച്ച് രജിസ്ട്രാർ ഹാജരായി. അങ്ങനെ കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് രജിസ്ട്രാറോടെ ഇൻഫർമേഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഈ രേഖകൾ കൊടുക്കാൻ പറഞ്ഞു. ഈ രേഖകൾ കൊടുക്കാൻ അവർ തയ്യാറായില്ല, ഇപ്പോഴും തയ്യാറായിട്ടില്ല. ശക്തമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ സ്വീകരിച്ചപ്പോൾ ഇപ്പോഴറിയുന്ന ഏറ്റവും വിചിത്രമായ കാര്യം, കേരള സ്റ്റേറ്റ് നോൺ ട്രേഡിംഗ് കമ്പനീസ് രജിസ്ട്രാർ മറ്റൊരു സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, ഇത് രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കുന്ന ആദ്യത്തെ സർക്കാർ വകുപ്പ് കേരള സ്റ്റേറ്റ് നോൺ ട്രേഡിംഗ് കമ്പനീസ് രജിസ്ട്രാർ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ ഓഫീസായിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ശ്രീ TKG നായർ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖ കൊടുത്താൽ പിറ്റേ ദിവസം സുകുമാരൻ നായർക്ക് NSS-ൻ്റെ ജനറൽ സെക്രട്ടറിയായി തുടരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിൻ്റെ കാരണം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുള്ള നായന്മാരെ കരയോഗം രൂപീകരിച്ച് ആവശ്യപ്പെട്ടാലും NSS-ൽ രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ, അഫിലിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ 300 അടിമകളെയും കൊണ്ടുപോകുന്നത് പോലെ ഈ കലാപരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരും. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴേ കുറേ ചാരിറ്റിയൊക്കെ നടത്തും, നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സജീവമാകും. പക്ഷേ അതൊന്നും ശ്രീ സുകുമാരൻ നായർക്ക് താല്പര്യമുള്ള വിഷയമല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ സുഖപ്രദമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് 300 അടിമകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് കൊണ്ടാണ്. അതിനെ ആ ഒരു സംവിധാനം മാറ്റാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഒരു കാരണവശാലും ശ്രീ TKG നായർ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ കേരള സ്റ്റേറ്റ് നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ കൊടുക്കാൻ സുകുമാരൻ നായർ തയ്യാറാവില്ല. ഈ സാഹചര്യത്തിലാണ് രജിസ്ട്രാർ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെതിരെ കേസിന് പോകാൻ പോകുന്നു എന്ന് അറിയുന്നു. ഇവിടെ ചില വളരെ നിർമ്മല മനസ്കരായ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തുകൂടെ എന്ന്. നായർ സർവീസ് സൊസൈറ്റിയിലെ പ്രമുഖരായ ചിലർ, നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും രജിസ്ട്രാറും ഒക്കെ ആയിട്ടിരുന്ന ആളാണ് പ്രൊഫസർ ഹരിദാസ്. അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്.
വൈക്കം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. മഹാരാജാസ് കോളേജിലെ മുൻ പ്രൊഫസറായിരുന്ന ഡോക്ടർ വിനോദ് കുമാർ. അവർ 1-2 പേര് NSSൻ്റെ ഈ പോക്കിനെതിരെ, NSSലെ നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഒരു സിറ്റിംഗ് കൊണ്ട് തീരാൻ പറ്റുന്ന കേസേ ഉള്ളൂ. കാരണം വളരെ വ്യക്തമായൊരു കേസാണിത്. നിയമപരമായി സുകുമാരൻ നായർക്ക് ആ കസേരയിൽ തുടരുക അസാധ്യമാണ്. പക്ഷേ ഈ കേസ് 55 പ്രാവശ്യമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനിയും ഒരു 45 പ്രാവശ്യം കൂടി മാറ്റിവെച്ചാൽ സുകുമാരൻ നായർ സെഞ്ചുറി അടിക്കും. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനപ്പുറം പറയാൻ എനിക്ക് കഴിയില്ല. എന്തായാലും ശരി, സുകുമാരൻ നായർ പിടിച്ചിരിക്കുന്ന പുലിവാല് കോൺഗ്രസിനോട് വിരോധമുള്ളത് കൊണ്ടല്ല, സുകുമാരൻ നായരുടെ സ്നേഹമുള്ളത് കൊണ്ടാണ്. പുലിയുടെ വാലിൽ നിന്ന് വിട്ടാൽ ഡെഫിനറ്റാണ് CPM അദ്ദേഹത്തിനെ വിഴുങ്ങും. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ CPMനെ പിന്തുണയ്ക്കാൻ, LDFനെ പിന്തുണയ്ക്കാൻ മാത്രമേ സുകുമാരൻ നായർക്ക് കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണഭോക്താവുണ്ട്. അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഗുണഭോക്താവ് മറ്റാരുമല്ല, രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വന്നിരിക്കുന്ന ഒരു സൗഭാഗ്യം, അദ്ദേഹം കേരളം കണ്ട നല്ല പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. എന്തായാലും VD സതീശനേക്കാൾ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം കോടതിക്ക് അകത്തും കോടതിക്ക് പുറത്തും, നിയമസഭയ്ക്ക് അകത്തും നിയമസഭയ്ക്ക് പുറത്തും നടത്തിയ സുദീർഘമായ ഫൈറ്റ് ഗവൺമെൻറ്റിനെ ഒരുപാട് ശ്വാസം മുട്ടിച്ചാണ്, ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണ്. രമേശ് ചെന്നിത്തല കാര്യങ്ങളിൽ കൃത്യമായി ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചാണ് പറയുന്നത്. അത് അദ്ദേഹം കോടതിയിൽ കൊടുക്കേണ്ട കേസ് കോടതിയിൽ കൊടുക്കും, ജനങ്ങളോട് പറയേണ്ട കാര്യം ജനങ്ങളോട് പറയും, പത്രക്കാരോട് പറയേണ്ട കാര്യങ്ങൾ പത്രക്കാരോട് കൊടുക്കും, ആവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കും. അങ്ങനെ വളരെ നന്നായിട്ട് ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിച്ചിരുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല. എന്തായാലും ശരി, ശ്രീ പിണറായി വിജയൻ്റെ ഭാഗ്യത്തിന് രമേശ് ചെന്നിത്തല മാറി VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരികയും ചെയ്തു. രമേശ് ചെന്നിത്തലയുടെ ഒരു പ്ലസ് പോയിന്റ്, അദ്ദേഹത്തിനോട് NSSന് വളരെ ഇഷ്ടമാണ്. SNDPക്ക് ആകട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു വിരോധവുമില്ല, സ്നേഹമാണ്. ലീഗിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ താല്പര്യവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ UDFലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ ഇന്ന് യോഗ്യനായ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. നായർ പിടിച്ച പുലിവാല് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും എന്ന കാര്യം തിരിച്ചറിയാൻ അധികകാലം നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.